എൻ്റെ ടേബിളിലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആ ക്യാൻഡിൽ കത്തിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി ക്യാമറ കണ്ണുകൾക്ക് അപ്പുറത്താണ് കേട്ടോ. ബൈ ദ വേ, ആ ക്യാൻഡിലൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, കുറച്ചും കൂടെ കത്തിയാൽ അതങ്ങ് തീരും. അവനെപ്പോലെ ഒരാളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ എവിടെ അന്വേഷിച്ചിട്ടും അതുപോലെ ഒരെണ്ണം കിട്ടിയില്ല. പകരം ഈ കുറച്ച് വീതിയിലുള്ള പിങ്കും കിട്ടി, സാധാ നോർമൽ വൈറ്റും കിട്ടി. ഒരുപാട് ആൾക്കാർ പല പല രീതിയിൽ ക്യാൻഡിൽസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെറും ക്യാൻഡിൽ മാത്രമല്ലല്ലോ, സെൻറ്റഡ് ക്യാൻഡിൽസിൻ്റെ പല വേഷൻസ് വരെ അവൈലബിൾ ആണ്. വാങ്ങിക്കാൻ എല്ലാതും കിട്ടും. എന്നാലും നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ടേബിളിൽ ഇങ്ങനെ വെക്കുമ്പം അത് വേറൊരു വൈബ് തന്നെയല്ലേ. ആൻഡ് ഇതുണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നേ. ആൻഡ് സംഭവം സിമ്പിളാണ്. ഒരു ക്യാൻഡിൽ എടുക്കുക, കട്ട് ഇൻ ടു സ്മോൾ പീസസ്, എന്നിട്ടൊരു പാത്രത്തിലിടുക, അതൊന്ന് ഉരുക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ബേസിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തതാണ്. പക്ഷേ ആ ഗ്ലാസ് എത്ര കേക്കിയിട്ടും അങ്ങോട്ട് ഒരു വൃത്തിയാവുന്നില്ല. എന്നതിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നത് ഉണ്ടായിട്ടാണെന്ന് തോന്നുന്നു. ഒരു കളർ കിട്ടുന്നില്ല. പക്ഷേ നോട്ട് ദി പോയിന്റ്, കത്തിക്കാനുള്ള ത്രെഡ് വെക്കാൻ മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ഞാനൊരു സ്ലേഡിലാക്കിയിട്ട് ഒരു കമ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉരുക്കിയിട്ട് വയ്ക്കുകയാണ്. ആദ്യം ഞാൻ വൈറ്റ് എന്തായിരുന്നു ക്യാൻഡിൽ വാങ്ങിച്ചിരുന്നല്ലേ, അത് വെച്ചു. പിന്നെ ഈ പിങ്കിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് അതും കൂടെ ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്തപ്പം ആശാനൊരു കാര്യം മനസ്സിലായി. ആ ഗ്ലാസ് നിറക്കണമെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഈ ക്യാൻഡിലൊന്നും പോരാ. ഞാൻ പെട്ടെന്നൊന്നും കിട്ടാനും പോകുന്നില്ല. സോ ഉള്ളത് അവിടെ സെറ്റാവട്ടെ, നമുക്ക് ബാക്കി ചെറിയൊരു പരിപാടി ചെയ്യാം. ഈ ഒരു പിങ്ക് ക്യാൻഡിൽ ഈ സൈസിലുണ്ടല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്, ആക്രിലിക് പെയിൻറ്റ്. പിന്നെ ഇതെൻ്റെ കയ്യിലുള്ള ബ്രഷ് പെന്നിൽ വൈറ്റ് ഉണ്ട്, അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാണ്. ഇപ്പോൾ എന്തിൽ നോക്കിയാലും ഈ ഒരു പിൻട്രസ്റ്റി വൈബ് ഹാർട്ട് ഒക്കെയാണ്. ഡ്രസ്സിലും അല്ലാണ്ട് എന്തിലൊക്കെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇരുന്നും കിടന്നൊക്കെ അത് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മളെ ക്യാൻഡിൽ അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആള്. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഫ്രീ ആയൊക്കെ ഇരുന്ന സമയത്ത് ഇതും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഐറ്റംസ് കാണിച്ച് തരാം. ഇതെടുക്കാനൊരു കാരണം കൂടെ ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ഇല്ലേന്നോ, അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും നമ്മളെ വീട്ടിൽ സ്പെഷ്യൽ ഉണ്ടാകും. ഇന്ന് നല്ല ബിരിയാണി ചിക്കനായിരുന്നു. ചിക്കൻ ബിരിയാണി അതന്നെ. കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വരും. പക്ഷേ ഉറങ്ങാൻ പറ്റില്ല, വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പം നമുക്ക് ഉറക്കം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടി ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ട്യൂഷൻ എടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ പോയത് വീട്ടിലായിരുന്നു കേട്ടോ. വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ നല്ല പണിയിലാണ്. എൻ്റെ കുറേ സാധനങ്ങളുണ്ട്, എടുത്ത് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഒറ്റയടിക്കുത്തര വെട്ടി വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ കളഞ്ഞോളാൻ. ഉമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല, കെട്ടിച്ച് വിട്ടിട്ടും എൻ്റെ ആക്രി സാധനങ്ങൾ അവിടെ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അതിൽ നിന്ന് കിട്ടിയതാണിതാ ഈ ഓട്ടോഗ്രാഫ്സും ബാക്കി സംഭവങ്ങളൊക്കെ. ഇതെൻ്റെ +2 ഓട്ടോഗ്രാഫാണ് കേട്ടോ. ആ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ മൊയ്തീൻ്റെയും കാഞ്ചനമാരൻ്റെയും ചാർലിൻ്റെയും ഒക്കെ ഒരു ടൈമായിരുന്നു. ഈ ഒരു കാര്യം നോക്കിയൊക്കെ അന്ന് ഈ ഫോട്ടോ വെക്കുന്ന ഭാഗത്ത് ഇങ്ങനെയൊക്കെ എഴുതിട്ടോ, ഒരു സുന്ദരി അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ എഴുതാറുണ്ടായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ഭയങ്കര നോസ്റ്റു ഫീലിംഗ് ആണ്. സത്യത്തിൽ നമ്മൾ എത്ര പഠിച്ചാലും ഈ +1 +2 കാലഘട്ടം അത് വേറൊരു എന്താ പറയുക രസമാണല്ലോ അല്ലേ. പിന്നെ ഇത് വന്നിട്ട് 10th or 7th അന്ന് അല്ലു അർജുൻ്റെ ടൈമായിരുന്നു തോന്നുന്നു. അതാണ് ചട്ടയിലൊക്കെ കാണുന്നത്. പിന്നെ മറ്റേ കിഴക്ക് പൂക്കും പൃഥ്വിരാജും സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇത് 7ാം ക്ലാസ് തന്നെയാണ്. കുറേ ഇങ്ങനത്തെ സംഭവം ഞാൻ വായിച്ചിട്ട് കുറേ ചിരിച്ചു. മരം പറയുന്നു മുറിക്കരുത്, പൂ പറയുന്നു പറിക്കരുത്, ഞാൻ പറയുന്നു മറക്കരുത്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 3-4 എങ്ങാണ്ട് ഞാൻ അതിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് ഇപ്പം നമുക്ക് ഓർക്കുമ്പോൾ ചിരിയാണ്. എൽ എന്ന കൂട്ടിൽ എൽ എന്ന കുരുവി, വായിക്കാൻ കിട്ടണില്ല, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഓരോരുത്തരുടെ പേര് കാണുമ്പം ചിലരായിട്ടും നമ്മൾ ഇവിടെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല ഞാൻ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓർക്കും. അന്നത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇതാണ് 10th ഓട്ടോഗ്രാഫ്. ഇതിൽ വല്ലാണ്ടൊന്നുമില്ല, സാറുമാരൊക്കെ എഴുതിയത് തന്നെ ഉള്ളൂ കൂടുതൽ. അതൊന്നും ഞാൻ വെറുതെ വാങ്ങിച്ചതായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമുള്ളതല്ല. പക്ഷെ എല്ലാവരും വാങ്ങുമ്പം ആ ഒരു തുറയിൽ അങ്ങനെ വാങ്ങും, അത് മാത്രം. അപ്പോൾ കുറേ പേരെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോഴുള്ളത് തന്നെയാണെന്നൊന്നും അറിയില്ല. പലരും കോണ്ടാക്റ്റ് ഇല്ലാത്തതും എല്ലാവരൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ആ ഒരു വർഷത്തിലെ ഓർമ്മയിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി ഞാൻ. അപ്പോൾ ഇതാണ് എൻ്റെ 3 ഓട്ടോഗ്രാഫ്. ഇനി ഉള്ളത് ഈ ഒരു ബുക്കാണ്. ഇത് കണ്ടപ്പോൾ എന്താ പറയുക, സന്തോഷവും പല പല ഓർമ്മകളും വന്നിട്ടോ. നമ്മളെ ഏതോ ഒരു ചാപ്റ്ററിൽ ഹൈസ്കൂളിൽ ഈ ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ക്യാഷ് കൊടുക്കാണ്ട് ഒരു സാധനം കൊടുത്തിട്ട് പകരം വേറെ സാധനം ഇങ്ങോട്ടേക്ക് വാങ്ങുക. അതന്നെയല്ലേ ബാർട്ടർ സമ്പ്രദായൻ്റെ ഓർമ്മയിൽ അതന്നെയാണ്. അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടോ. എന്ന് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അതാണ് തൂവൽ ശേഖരണം. പക്ഷേ ഈ ഒരു ബുക്ക് ഞാൻ USSനും LSSനും എന്തിനൊന്നും കൊണ്ടുപോയിട്ടുണ്ട് തോന്നുന്നു. കാരണം അവിടെ സൈനൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ.
പിന്നെ ബാർട്ടർ സമ്പ്രദായം ഞാൻ പറയാൻ കാരണം നമ്മളെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ തൂവൽസ് ഉണ്ടാവുമല്ലോ നമ്മളെ കയ്യിൽ തൂവൽ. അപ്പം ഒരാളെ കയ്യിൽ ചിലത് കുറേ ഉണ്ടാവും. അതായത് ഇപ്പോൾ ലവ് ബേർഡ്സ് ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അയാളുടെ ലവ് ബേർഡ്സ് കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറൊരാൾക്ക് ഇത് കൊടുത്തിട്ട് പകരം അയാളടുത്ത് ഇല്ലാണ്ട് തൂവൽ ഇയാൾ വാങ്ങും. അങ്ങനെ ഇത് അങ്ങോട്ടും കൊടുത്തും ഇങ്ങോട്ടൊക്കെ കൊടുക്കുക. അതായിരുന്നു നമ്മളെ മെയിൻ പരിപാടി. അങ്ങനെ എല്ലാവർക്കും കിട്ടും. അന്ന് ഞങ്ങൾ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ ഗേൾസിൻ്റെ എല്ലാവരുടെ അടുത്തും ഇതുപോലൊരു ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓർക്കാൻ രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചില തൂവലൊക്കെ ആരാ തന്നത് എന്നുള്ള കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ സമയത്ത് നമ്മൾ സ്വപ്നം കാണുക എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ മരങ്ങളും കുറേ പക്ഷികളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകും. നോക്കുമ്പോൾ ഫുള്ള് തൂവലായിരിക്കും. അവിടെ ഇങ്ങനെ ഓരോരോ തൂവൽ പെറുക്കും. പിറ്റേന്ന് അതൊക്കെ കൊണ്ട് സ്കൂളിൽ പോകും. അതൊക്കെയായിരുന്നു അന്നത്തെ സ്വപ്നങ്ങൾ. കാരണം ഇത് നമ്മളെ മെയിൻ പരിപാടിയായിരുന്നു കേട്ടോ അന്ന്. പിന്നെ അല്ലാതായിരുന്നു ഈ വളപ്പൊട്ട്, കുപ്പിവളൊക്കെ പൊട്ടിയത്, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വള പൊട്ടിയത് എടുത്തു വെക്കുക. അതുകൊണ്ടൊരു കളി ഉണ്ടായിരുന്നു. പിന്നെ ഈ സോപ്പിൻ്റെ കവറിലെ കളക്ഷൻ, അതും നമ്മളെ മെയിൻ തന്നെയായിരുന്നു കേട്ടോ. ഇത് മൂന്നുമാണ് കളക്ഷൻ്റെ കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പറയട്ടോ. നമ്മളെ നാട്ടിൻ പുറത്ത് ഏകദേശം നമ്മൾ കാണുന്ന എല്ലാ പക്ഷികളും തൂവലപ്പതിലുണ്ടായെന്ന് തോന്നുന്നു. പിന്നെ സങ്കടം എന്താണെന്ന് വെച്ചാൽ മയിൽപ്പീലിക്ക് കണ്ടില്ലെന്ന് അത് ആരും കൊണ്ടുവരുന്നത് എനിക്കൊരു ഓർമ്മയില്ല. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ദിസ് പെട്ടി. ഈ പെട്ടിയുടെ കോലം കണ്ട എൻ്റെ ഉമ്മ അടുപ്പ് കൊണ്ടുപോയിടാൻ പറഞ്ഞതിനൊന്നും പറയാൻ പറ്റൂല. കാരണം അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ രൂപം കൊണ്ട് മാത്രമേ വൃത്തികേടായിട്ടുള്ളൂ. ഇതിലുള്ള ആളുകൾക്ക് 2 വർഷത്തെ നല്ല വൃത്തിയായിട്ടുള്ള ഓർമ്മകൾ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ കളയാൻ പറ്റുമോ? ഇതിൽ വന്നിട്ട് പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഈ ഒരു കലണ്ടർ, ഇത് എനിക്ക് ആരോ തന്നതായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ എടുത്തു വെച്ചതാണ്. മമ്മൂട്ടി, മോഹൻലാലും, കാവ്യയും ഭാവനയും എല്ലാവരും ഉണ്ട്. ഒരു മിനി കലണ്ടർ 2013 ആണ് കേട്ടോ ഈ ഒരു കലണ്ടർ. പിന്നെ ഇത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു 4ാം ക്ലാസ്, ഷിബിലി എന്ന് പറയും. ആളായിട്ട് ഇപ്പോൾ എനിക്ക് കോൺടാക്റ്റ് ഇല്ല. ഞങ്ങൾ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ 5ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുമ്പോൾ 5ക്ക് എത്തിയപ്പോൾ ഞങ്ങൾ വേറെ വേറെ സ്കൂളിലായി. അന്ന് ആരോ വഴി എനിക്കൊരു കത്ത് ആൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കവറാണ്. ലെറ്റർ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതൊക്കെ ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് ഓരോ ക്ലാസ്സിൽ നിന്ന്. ഏറ്റവും പഴയത് വന്നിട്ട് 4ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയൊരു കാർഡ് ഉണ്ട്. ഇതാണ് കേട്ടോ. ഇത് 4 ഷംന എന്ന് പറഞ്ഞ ഫ്രണ്ട് തന്നതായിരുന്നു. ആളായിട്ട് ഇപ്പം എനിക്ക് കോൺടാക്റ്റ് ഒന്നുമില്ല. അങ്ങനെ തന്നതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ക്ലാസ് +2 വരെയുള്ള എല്ലാ കാർഡ്സും ഉണ്ട്. അതിൽ ന്യൂ ഇയർ, ക്രിസ്മസ്, അങ്ങനെ ബർത്ത്ഡേ, അങ്ങനെ ഓരോന്നിനും തന്ന പല പല കാർഡ്സ് ഉണ്ട്. അത് എഴുതിയ ആൾക്കാരുടെ പേരൊക്കെ താഴത്തുണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ എന്നൊക്കെ കിട്ടിയതെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് തന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം സെലിബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഗ്രീറ്റിങ്സ് ആയിട്ട് തരുമായിരുന്നു കേട്ടോ. അതും ഉണ്ട് അതിൽ. പിന്നെ കുറേ പേപ്പേഴ്സും കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഈ എഴുതിങ്ങാണ്ട് അങ്ങോട്ടിടുക അങ്ങനത്തെ പരിപാടി നമുക്കുണ്ടായിരുന്നു. അതേ നിങ്ങൾ ഞാൻ ഭയങ്കര അലമ്പിയെന്നൊന്നും വിചാരിക്കരുത്. പാകത്തിനുള്ള പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇമാതിരി കളികളും ഉണ്ടായിരുന്നു. ഇത് പിന്നെ എനിക്ക് മാൻഡിബിൾ ഡിസ്ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. അതിന് ഒരു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ പോകേണ്ടി വന്നു. അന്നത്തെ ആ ഒരു ഇതൊക്കെയാണ്. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ്. സങ്കടമുള്ളൊരു സംഭവമാണ്. എന്നാലും അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ ലെറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ ബെൻസ് തന്ന കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ബെൻസ്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ 5 പേര്. BHMSCube എന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ ഷോർട്ട്. അതെല്ലായിടത്തും ഉണ്ടായി. ഏത് പേപ്പറൊക്കെ ഞാനതിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടത്തിൽ ബെൻസിന് കുറച്ച് എഴുത്ത് ഭ്രാന്തുണ്ടായിരുന്നു. ആൾക്ക് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബോയ്സിൻ്റെ ഒക്കെ ഹെൽപ്പർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ആക്കുകയുണ്ടെങ്കിൽ ആളടുത്ത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ എഴുതി തരും. ഒരു പരാതിയും പരിഭവം ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ അവളെ കൂടെ നടന്നിട്ട് ഞങ്ങൾക്കും ഈ ചെറിയ പ്രാന്തുണ്ടായി. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എഴുതിയിട്ട് അങ്ങോട്ടിടും ഇങ്ങോട്ടിടും. അങ്ങനെ ആ ഒരു കളി നല്ലോണം ഉണ്ടായിരുന്നു. ആ പേപ്പറുകളൊക്കെയാണ് ഇത്. ഇപ്പോൾ കാണിച്ചത് ഞങ്ങൾ 10th ബാച്ചിൽ ഫുൾ A+ ഇട്ട കുട്ടികളെ നോട്ടീസ് വരുമല്ലോ, അത് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് കുറച്ച് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ 4th സ്റ്റാൻഡേർഡിൽ എന്തൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ജേർണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സ് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയതാണ്. ഇത് നമ്മൾ ചെറുതാകുമ്പോൾ, അതായത് LPയിലൊക്കെ പഠിക്കുന്ന സമയത്ത് കളിക്കുടുക്ക വരുത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അന്ന് ഇതേപോലെ ഒരു വീക്കിൽ കിട്ടുന്ന സ്റ്റിക്കർ ഞാനും നെക്സ്റ്റ് വീക്കിൽ കിട്ടുന്ന സ്റ്റിക്കർ അനിയനുമാണ് എടുത്ത് വെക്കാറ്. അന്നത്തെ കളക്ഷനാണ് കേട്ടോ അത്. ആ പെട്ടിയുടെ രൂപം ഭാവമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി ഞാൻ ആ പെട്ടി അടച്ചപ്പോൾ എന്തായാലും അത് കത്തിക്കും. അതുകൊണ്ട് നമുക്ക് ആ പെട്ടിയുടെ രൂപം ഒന്ന് മാറ്റിയിട്ട് ഒരു അടയാളമൊക്കെ വെച്ച് കൊടുക്കാം. കൂട്ടത്തിൽ ഏറ്റവും വലിയ ചെരുപ്പിൻ്റെ പെട്ടിനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒട്ടും കറച്ചിട്ടില്ല. ഇനി ആ നെയിം ഒന്ന് മറക്കാൻ വേണ്ടി ജസ്റ്റ് മുകളിൽ ഇതുപോലെ ഒരു A4 ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് മെമ്മറീസ് നിന്ന് ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് എഴുതുന്നുണ്ട്. അതുപോലെ അതൊന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലേ, നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇന്ന വീഡിയോസ് ചെയ്യണം എന്നുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നമുക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്ത് നോക്കാം. എല്ലാം എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇൻഷാ അല്ലാഹ് പറ്റുന്നതാണെങ്കിൽ നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതാ ആ ബോക്സിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. താഴത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ മടി വരുമ്പോൾ മാറ്റാനൊക്കെ നമുക്ക് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ മടി വെച്ചിട്ടല്ല കേട്ടോ, എനിക്ക് വേറൊരു ചെറിയ പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. ഇതൊന്ന് ചെയ്യൽ അത്യാവശ്യമാണ്. ഇത് നമ്മളെ രണ്ടാമത്തെ ചാനലാണെന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് ചാനൽ ഒരു ഗീവ് അവേ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഗിഫ്റ്റ് ഇതുവരെ അയക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നാളെ തന്നെ അയക്കണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്യാം. ഒരു വിന്നറിനുള്ളതായിരുന്നു കേട്ടോ ആ ഒരു ഓർഗനൈസറും അതിനുള്ള സാധനങ്ങളും. പിന്നെ വന്നിട്ട് ഞാൻ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വിന്നറിന് ഒരു കളർ പെന്നിൻ്റെ ആ ഒരു സംഭവമുണ്ട്, എന്താ പറയുക, സ്കെച്ച് പെന്ന്, പിന്നെ 2 ത്രെഡ്, ഒരു സെല്ലോ ടാപ്പിൻ്റെ സംഭവം, ഒരു ചിക്കി നോട്ട്, പിന്നെ ഇതുപോലത്തെ ഒരു ത്രെഡ്, പിന്നെ ഇതുപോലത്തെ വേറൊരു ത്രെഡ്, പിന്നെ എന്താ പറയുക, പേഴ്സ് ഉണ്ട്, വൈറ്റ് പേഴ്സ്, പിന്നെ ഒരു ഫെവിക്കോളിൻ്റെ കുഞ്ഞ് ഗ്ലൂ ഉണ്ട്, പിന്നെ ഒരു പെയിൻറ്റിങ് ബ്രഷ്. ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വന്നിട്ട് സെക്കൻഡ് പ്രൈസ് ആണ്. ഒരു ഗ്ലാസ് ബോട്ടിലല്ല, ഗ്ലാസ് ടംബ്ലർ കേട്ടോ, അതാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു സ്ട്രോ ഉണ്ട്, പിന്നെ അകത്തിടാൻ ടിപ്പുകളിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ആ ചാനലിൽ കാണിച്ചാണ്, അതുകൊണ്ട് പിന്നെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഇനി അത് സെല്ലോ ടാപ്പ് ആക്കിയിട്ട് ചുറ്റിയിട്ട് എനിക്ക് നാളെ പോസ്റ്റ് അയക്കാനുള്ളതാണ്. അപ്പം അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ ഇതുവരെ പഠിച്ചോ, ഇത്രയും വർഷം നമ്മൾ ഉണ്ടാക്കിയ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. കാരണം കുറേ കഴിഞ്ഞ് നമ്മളിതൊക്കെ നോക്കുമ്പം നല്ല നല്ല ഓർമ്മകളും സന്തോഷമൊക്കെ ആയിരിക്കും. അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. സോ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.